Hello guys, thanks for checking back on my channel, Mr. Chef. നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത എല്ലാ ഗ്രിൽഡ് ചിക്കനും നല്ലൊരു റെസ്പോൺസ് കിട്ടിയോണ്ട് ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മറ്റൊരു ഗ്രിൽഡ് ചിക്കന്റെ റെസിപ്പിയാണ് മലായ് കബാബ്. മലായ് കബാബ് എന്ന് പറയുമ്പോൾ ഇത് വളരെ സ്പൈസിനെസ് കുറവുള്ള നല്ല റിച്ച് ആയിട്ടുള്ള മാരിനേഷനിൽ ഗ്രില്ല് ചെയ്തുണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് തുടങ്ങി നമ്മുടെ മുതിർന്നവർക്ക് വരെ ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഗ്രില്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഓവനിലോ അല്ല ഉണ്ടാക്കുന്നത്, നമ്മളുടെ സാധാരണ ഒരു സോസ് പാനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിൻ്റെ മിക്സ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മാതിരി നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ചിക്കൻ തൈസ് ആണ്. ചിക്കൻ തൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ്റെ പാർട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ എങ്ങനെയൊന്ന് ക്ലീൻ ചെയ്യാൻ നോക്കാം. ചിക്കൻ്റെ സ്കിൻ പാർട്ട് നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നൈഫ് കൊണ്ട് ഇതിൻ്റെ എക്സ്ട്രാ ഫാറ്റ് നമുക്കിന്ന് കട്ട് ചെയ്ത് കളയാം. സൈഡ് നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നൈഫ് കൊണ്ട് ഇതിൽ ചെറിയ ഹോൾസ് ഇടാം. നമ്മളിങ്ങനെ ഹോൾസ് ഇടുന്നത് നമ്മളുടെ മാരിനേഷൻ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മീറ്റിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഒരു ബോളിലേക്ക് ഇട്ടതിന് ശേഷം അടുത്തായി നമുക്കിന്ന് മാരിനേഷൻ ചെയ്യാം. നമ്മളിന്ന് മലായ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ബോണിൻ ചിക്കനാണ്. അതായത് ചിക്കൻ വിത്ത് ബോണാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. നമ്മളിതിൻ്റെ ഒറിജിനൽ റെസിപ്പി നോക്കുകയാണെങ്കിൽ മിക്കപ്പോഴും ഇത് ബോൺലെസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. നമ്മളുടെ നാട്ടിൽ ബോൺലെസ് ചിക്കൻ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും അതിൻ്റെ പ്രൈസ് കൂടുതലായതുകൊണ്ടാണ് ഞാനിന്ന് ബോണിൻ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഒരു ഹോൾ ചിക്കൻ എങ്ങനെ നമുക്ക് ബോൺലെസ് ആക്കി എടുക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ഫോളോ ചെയ്ത് നമുക്ക് ബോൺലെസ് ചിക്കൻ ഉണ്ടാക്കി ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. നമ്മളിന്ന് എടുത്തേക്കുന്നത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ നമ്മളുടെ മാരിനേഷൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ക്വാണ്ടിറ്റിയാണ്. ആദ്യമായി തന്നെ നമുക്ക് 1.5 കപ്പ് മലായി അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ക്രീം നമുക്കിതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നല്ല തിക്കായിട്ടുള്ള 3/4 കപ്പ് യോഗട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു മാരിനേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹങ്ക് യോഗട്ടാണ്. ഹങ്ക് യോഗട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ സാധാരണ തൈര് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള യോഗട്ടിന് പറയുന്നതാണ് ഹങ്ക് യോഗട്ട്. അത് ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ തൈര് ഒരു മസ്ലിൻ ക്ലോത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണിയിലേക്ക് ഇത് ഒഴിച്ച് വെച്ച് ഇതിൽ എക്സ്ട്രാ ഉള്ള വാട്ടർ ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയായാലും നമ്മൾ ഈ ഒരു മാരിനേഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ യോഗട്ട് നല്ല തിക്കുള്ള യോഗട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റിൽ ഇത് വളരെയധികം ഡിഫറൻസ് ഉണ്ടാക്കുന്നതാണ്. അടുത്തായി നമുക്ക് 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ, 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാനിതിൽ 4 ഗ്രീൻ ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 കപ്പ് കാഷ്നട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തത്, ചെറുനാരങ്ങ 3 എണ്ണം. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. നമ്മളുടെ സീസണിങ് എല്ലാം കൂടെ നമ്മളുടെ ചിക്കനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാണ്ട് വെക്കാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം, അതായത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മളുടെ മാരിനേഷൻ ചിക്കനിൽ പിടിക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അടുത്ത സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായുള്ള ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമ്മളുടെ ചിക്കൻ നമുക്കിതിലേക്ക് എടുത്തു വെക്കാം. നമ്മളുടെ ചിക്കനെല്ലാം നമ്മൾ പാനിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിക്കൻ വെച്ചതിന് ശേഷം നമ്മളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമുക്കൊരു മീഡിയത്തിലേക്ക് ബ്രിങ് ഡൗൺ ചെയ്യാം. അതിനുശേഷം ഏകദേശം ഒരു 3 മിനിറ്റ് നേരം നമുക്ക് ചിക്കൻ അനക്കാണ്ട് തന്നെ അങ്ങനെ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിന്ന് നമ്മുടെ മലായ് ചിക്കൻ ഉണ്ടാക്കിയത് നമ്മളുടെ സോസ് പാനിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രില്ലുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
പക്ഷേ നമ്മളുടെ നാട്ടിൽ മിക്ക കിച്ചണിലും ഓവനോ ഗ്രില്ലോ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിത് സോസ് പാനിൽ ഉണ്ടാക്കുന്നതിൻ്റെ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്തത്. നിങ്ങളുടെ വീട്ടിലുള്ള ഫെസിലിറ്റി അനുസരിച്ച് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 3 തുടങ്ങി 4 മിനിറ്റ് വരെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിടാം. നമ്മളുടെ ചിക്കനെല്ലാം നമ്മളിവിടെ മറിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 20 മിനിറ്റോളമാണ്, 20 തുടങ്ങി 25 മിനിറ്റ് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ 20 മിനിറ്റിനിടയ്ക്ക് ഓരോ 3 മിനിറ്റോ അല്ലെങ്കിൽ 4 മിനിറ്റിനിടയ്ക്ക് നമ്മൾ മറിച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് ഒരു സൈഡ് മാത്രം അധികം കളർ വന്ന് കരിഞ്ഞു പോകാണ്ട് ഈവൻലി കുക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഫ്ലിപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് 20 തുടങ്ങി 25 മിനിറ്റ് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. കഴിച്ച് നമുക്ക് കാണാവുന്ന മതി നമ്മളുടെ ചിക്കൻ ഇവിടെ 25 മിനിറ്റ് വരെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്ത സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം ചിക്കൻ നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. ചിക്കൻ ബോളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളുടെ എക്സ്ട്രാ ഉള്ള മസാലയും കൂടെ നമുക്ക് നമ്മളുടെ ചിക്കനിലേക്ക് നമുക്ക് ഇടാം. ഇത് ചിക്കനൊരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ മലായ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം. ബൗളിൽ ബാക്കിയുള്ള നമ്മളുടെ സോസും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മലായ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് സ്ലൈസ് ചെയ്ത കുറച്ച് സവോളയും കൂടെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വെക്കാം. കുറച്ച് വെഡ്ജായി കട്ട് ചെയ്ത ലെമൺ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മലായ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്തായിട്ട് നമുക്ക് നമ്മളുടെ മലായ് കബാബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു നമ്മളിത് കുക്ക് ചെയ്തപ്പം. കാണാൻ നല്ല കളർഫുൾ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ മലായ് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ കാഷ്യൂ നട്ടിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും യോഗറിൻ്റെ ഒക്കെ നല്ലൊരു റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് എനിക്ക് കിട്ടുന്നത്. നമ്മളുടെ ചിക്കൻ നന്നായിട്ട് ടെൻഡർ ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ, ഷവായ, കബാബൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഇത് വളരെ സ്പൈസി കുറവുള്ള നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഫ്ലേവറുള്ള നല്ലൊരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് 100% ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമായിട്ട് വീഡിയോസ് കാണുന്നവരുടെ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതായിരിക്കും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെൻറ്റ് വീഡിയോ. ബൈ.